നമസ്കാരം, ഞാൻ ഡോക്ടർ ബെൻസർ ഹുസൈൻ, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്, ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ എടപ്പള്ളി. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളും ഇങ്ങനെയാണ് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ സിമ്പിളായി ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. എപ്പോഴാണ് ആൾക്കാർ വരും, സാറേ ഞാൻ ഒരു സിഗരറ്റ് വലിക്കുന്നുണ്ട്, ഒരു പെഗ് അടിക്കുന്നുണ്ട്, 2 പെഗ് അടിക്കുന്നുണ്ട്, ഓക്കെ, ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. എപ്പോഴാണ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനിലേക്ക് നമ്മൾ പോവുക? അതായത് പല കാരണങ്ങളും, അതായത് ക്രേവിങ്, ഫസ്റ്റ് തിങ്, അതായത് ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥ. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്കും, സിഗരറ്റ് ആവട്ടെ, മദ്യമാവട്ടെ, കഞ്ചാവാവട്ടെ, MDMA ആവട്ടെ, ഈവൻ ഫോണിൻ്റെ കേസിൽ വരെയും ഇത് കറക്റ്റാണ്. മൊബൈൽ ഫോൺ അഡിക്ഷൻ, വാട്ട് വി കോൾ എസ് ബിഹേവിയറൽ അഡിക്ഷൻ എന്നാണ് അതിന് പുതിയ പേര്. ഓക്കെ, അപ്പോൾ അതിൽ ക്രേവിങ്, ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക. അതായത് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇത് കിട്ടിയേ പറ്റുള്ളൂ, ഞാൻ കാലത്ത് ചെയ്യുന്നതിന് കിട്ടിയേ പറ്റുള്ളൂ, ഈ പറഞ്ഞ എന്ത് സാധനങ്ങളാവട്ടെ. അതൊന്ന്. 2, ടോളറൻസ് പറയും. അതായത് പണ്ട് ഉപയോഗിച്ചിരുന്നത് ഒരു പെഗ്ഗോ അല്ലെങ്കിൽ ഒരു സിഗരറ്റോ 2 സിഗരറ്റോ 3 സിഗരറ്റോ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളോ അതിൽ കൂടുതലോ സാധനം ഉണ്ടെങ്കിലാണ് അവർക്ക് ആ എഫക്റ്റ് കിട്ടത്തുള്ളൂ. സേലിയൻസ്, അതായത് ഇപ്പോൾ എല്ലാ ആളുകളും, ഒരുപാട് ആളുകൾ ഇതൊന്നുമില്ലാതെ സന്തോഷിക്കുന്നുണ്ട്. ഭാര്യയുടെ മക്കളെ സമയം സ്പെൻഡ് ചെയ്യുക, കൂട്ടുകാരൊപ്പം സമയം സ്പെൻഡ് ചെയ്യുക, കളിക്കാൻ പോവുക, സിനിമയ്ക്ക് പോവുക, നീന്ത, വാട്ടർ ഇറ്റ് മേ ബി. പക്ഷെ ഈ ആളുകൾക്ക് ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം, ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ ലൈഫിൽ. ഇതെങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. 4, കാലത്ത് എഴുന്നേൽക്കും ഇത് കിട്ടിയേ പറ്റുള്ളൂ അതാണ്. അതായത് മോർണിംഗ് യൂസ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇത് നിർത്തുമ്പോൾ ചില ആളുകൾക്ക് കേൾക്കും, അതായത് ശബരിമലയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നോമ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻസിൻ്റെ ആവട്ടെ മുസ്ലിംസിൻ്റെ നോമ്പ് വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ ജനുവരി 1 ആകുമ്പോഴോ ഓക്കെ ഒന്ന് നിർത്തും. ചിലപ്പോൾ നിർത്താം, ചിലപ്പോൾ എമൗണ്ട് കുറയ്ക്കാം. അതായത് ഇതുവരെ 3, 4, 5 ഉപയോഗിച്ചവൻ ഇന്ന് 2, 3 കുറച്ചു. അത് അവൻ തന്നെ എന്തെങ്കിലും ഇഷ്യൂ കാരണം കുറച്ചതായിരിക്കും. വിഡ്രോവൽ എഫക്ട്സ് വരിക. ഇതും അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ വണ്ടി അടിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ലിവർ അടിച്ച് പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് കാരണം കൊണ്ട് പോലീസ് പിടിച്ചിട്ടുണ്ടാവാം, ഇത് കാരണം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. ഓക്കെ, ഇത്രയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അയാൾ വീണ്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 6 കാര്യങ്ങൾ, അതായത് ക്രേവിങ്, ടോളറൻസ്, സേലിയൻസ്, വിഡ്രോവൽ സൈഡ് എഫക്ട്സ്, മോർണിംഗ് യൂസ്, പിന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഉണ്ടായിട്ടും വീണ്ടും ഉപയോഗിക്കുന്നു. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 6 മാസമായിട്ട് അയാൾ അഡിക്റ്റാണെന്ന് പറയും. അപ്പോൾ ചില ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കും, സാറേ ഞാൻ ഈ ഗുളിക ഉറങ്ങാൻ വേണ്ടി നമ്മൾ പ്രായമുള്ളവർക്കൊക്കെ കുറച്ച് ഉറക്കത്തിൻ്റെ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ സാർ ഇത് ഞാൻ കുടിച്ച് തന്നെ ജീവിതകാലം മുഴുവൻ കുടിക്കേണ്ടി വരില്ലേ? സാറേ ഇപ്പോൾ 0.25 മരുന്ന് ഇപ്പോൾ ഞാൻ കഴിക്കുന്നത്, ഓക്കെ, നമുക്ക് നിർത്താൻ പറ്റുമോ? പക്ഷേ ഈ പേഷ്യൻറ്റ് 0.25 കഴിഞ്ഞ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നവനാണ്, അത് അഡിക്ഷനല്ല. അത് മനസ്സിലാക്കണം. അതായത് 0.25 എന്നുള്ളത് 0.5 ആവുകയും പിന്നെ 1 ആവുകയും 2 ആവുകയും കൂടി ഇങ്ങനെ ഉറക്കം കിട്ടുന്നുള്ളൂ എന്നാണ് അഡിക്ഷനിലേക്ക് എത്തുന്നത്. ഇല്ലെങ്കിൽ അത് അഡിക്ഷനല്ല. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ട് പറയേണ്ടത്. ഇനി ഈ ലഹരി പദാർത്ഥങ്ങളെ പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ചിലത് സ്റ്റിമുലൻസ് ആണ്, ചിലത് ഡിപ്രസൻസ് ആണ്. ഈ ബേസിക് കാര്യമെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക. ഓക്കെ, കള്ള്, കഞ്ചാവ് ഇത് ഡിപ്രസൻ്റ് ആണ്. നിങ്ങൾ ആദ്യം വിചാരിക്കും ഭയങ്കര ഉഷാർ കിട്ടുമെന്ന് വിചാരിക്കും. ഓക്കെ, അതാ കള്ളു കുടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യം പാട്ടൊക്കെ പാടുമായിരിക്കും. എന്താ കാരണമെന്ന് ഞാൻ പറയാം. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ബോധമില്ലാണ്ട് കിടപ്പുണ്ടാവും. ഓക്കെ, കഞ്ചാവാണെങ്കിൽ ഒരു സൈഡാവുന്നതാണ് കാണാറുള്ളത്. എന്നാൽ സിഗരറ്റ് ആവട്ടെ, MDMA ആവട്ടെ, ഇതെല്ലാം ഒരു ആക്ടിവേറ്റിംഗ് എഫക്റ്റുള്ള സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ചിലത് ആക്ടിവേറ്റിങ്ങും ചിലത് ഡിപ്രസിങ്ങും എല്ലാവരുടെയും ആകുമ്പോഴത്തേക്കും തലച്ചോറിന് തന്നെ ഇവൻ എന്തേ കാണിച്ചു വിട്ടണേ എന്നുള്ളതുകൊണ്ട് പ്രശ്നമായിട്ടുണ്ട്. ഓക്കെ, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി ഇതിന് അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ആൾക്കാർ കൊണ്ടുവരും. നമ്മുടെ പല രീതിയിൽ ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുവരും കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ പാരൻസ് കൊണ്ടുവരും, ചിലപ്പോൾ പോലീസ് കൊണ്ടുവരും, ചിലപ്പോൾ ഇയാൾ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ വരും, ചിലപ്പോൾ അന്ന് വരുന്നതിന് മുന്നേ കുടിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾ കുറയ്ക്കാൻ വേണ്ടി വരാം. ഓക്കെ, ഇതിനകത്ത്
മദ്യപാനം നിർത്താൻ MBBS പഠിച്ച ആർക്കും പറ്റും. അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കോളേജ്. MBBS പഠിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് വിഡ്രോവൽ വരികയാണ്, അല്ലെങ്കിൽ മദ്യം ഉപയോഗിച്ച് 4 മണിക്കൂറിന് ശേഷം വരികയാണെന്ന് വിചാരിക്കുക, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബേസിക് കാര്യങ്ങൾ MBBSന് പഠിപ്പിക്കാത്ത കോളേജില്ല. അത് ആർക്കും സിമ്പിളായി ട്രീറ്റ് ചെയ്യാം. പക്ഷേ എവിടെയാണ് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ആവശ്യം വരുന്നത്, ഇവൻ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, അതിലാണ് ഇതിൻ്റെ മെയിൻ ക്യാച്ച്. ഡെയിലി ഒരു പണിയില്ലാത്തവർ കുടിക്കുന്നവരുണ്ടാവാം, അവൻ പറയും സാറേ ഇത് സുഖമാണ് കുടിക്കാൻ. പക്ഷെ അതല്ല, വീണ്ടും 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 നമ്മൾ ആൾക്കാർ വിചാരിക്കും ഡോക്ടർമാരെ പിടിച്ച് അഡ്മിറ്റ് ചെയ്യുന്നു, 21 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, 1 മാസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, 45 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു, 2 മാസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. ആൾക്കാർ വിചാരിക്കും ഇവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ ഇവൻ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് അവനോട് സംസാരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരാളോട് നമ്മൾ മൊത്തം കാര്യങ്ങൾ പറയണമെന്നില്ല. സംസാരിച്ച് അവൻ നമ്മളൊരു വിശ്വാസം വന്ന് അവനെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അവന് തോന്നുകയും അല്ലാതെ അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാവുകയും പിന്നെ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ശരീരത്തിൽ നിന്ന് പോവുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളോട് സഹകരിച്ച് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അത് ഇപ്പോൾ സിമ്പിളായി ഞാൻ കാട് കയറുന്നില്ല, സിമ്പിളായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫേസ് നമ്മൾ ഡീടോക്സിഫിക്കേഷൻ ഫേസ് എന്ന് പറയാം. ഞാൻ ആൽക്കഹോളിനെ വരെ പറയുന്നത്, അതായത് ശരീരത്തിലുള്ള ആൽക്കഹോളിൻ്റെ അംശം നമുക്ക് പയ്യെ 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 കുറയ്ക്കണം. അത് ഒരു കാര്യം ഇപ്പോൾ പറയാം. ഈ മദ്യപാനം ഒരുത്തം വന്ന് പറയാണ്, സാറേ ഞാൻ ഇന്ന് 5 അടിച്ച് ഞാൻ നാളെ 4 അടിച്ചോളാം, മറ്റന്നാളും 3 അടിച്ചോളാം. ആ നടപടി ആൽക്കഹോൾ മദ്യത്തിൻ്റെ കാര്യത്തിലില്ല. എന്നാൽ സിഗരറ്റിനെല്ലാം അങ്ങനെ പറ്റത്തുള്ളൂ. സിഗരറ്റ് ദിവസം നിർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും, അവന് വിറയൽ വരാം, ആങ്സൈറ്റി വരാം, വിയർക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊരു വേറെ ടെക്നിക്കാണ്, അത് വേറെ രീതിയിലാണ് നമ്മൾ മാനേജ് ചെയ്യുക. 8, 5, 4, 3, 2, 1 പയ്യെ 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 ഒപ്പം റീപ്ലേസ് ചെയ്ത് വേണം പോകാൻ. കമ്മിങ് ബാക്ക് ടു ആൽക്കഹോളിൻ്റെ കാര്യത്തിൽ, അപ്പോൾ കഴിയുന്നതും ഇവരെ അഡ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ഇതെല്ലാം മാനസികാരോഗ്യത്തിൻ്റെ പുസ്തകത്തിന് അണ്ടറിൽ ICD എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ സൈക്യാട്രിക് ഡയഗ്നോസിസ് അണ്ടറിലാണ് ഇത് വരുന്നത്. ആദ്യം മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ പോകുക എന്നുള്ളൊരു ചീത്തപ്പേര് അവർക്ക് ആദ്യം തന്നെ ഉണ്ടാവും. എന്തിനാണ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോകുന്നത്? രണ്ടാമത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാളിത് ഒരു ദിവസം തുടങ്ങിയാന്നല്ല കേട്ടോ, 30 കൊല്ലമായിട്ട് കള്ളുടിക്കണേണ്. അപ്പോൾ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? സാമ്പത്തികമായിട്ടുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. അതല്ലാത്തവൻ ഇപ്പോൾ ഇയാൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ 1 മാസം നിൽക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഇപ്പോൾ ഒരു 30 രൂപ 40 രൂപ 40,000 രൂപ ഇല്ലാണ്ട് കേരളത്തിൽ നല്ലൊരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആരുണ്ടാക്കണം? വീണ്ടും ഭാര്യയോ അച്ഛനോ അമ്മയോ പോകണം. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ഒപ്പം നിൽക്കാനും പറയും, ബൈസ്റ്റാൻഡർ വേണം. ബൈസ്റ്റാൻഡർ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. ചില സ്ഥലങ്ങളുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ബൈസ്റ്റാൻഡറിൽ നിന്ന് ഹിസ്റ്ററി വാങ്ങുകയും പിന്നെ വിടുന്ന സ്ഥലങ്ങളുണ്ട്. ബൈസ്റ്റാൻഡറിൻ്റെ ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. കാരണം കൊണ്ടത് തള്ളിയിട്ട് പോവുകയല്ല. എന്താണ് റീസൺ? ബൈസ്റ്റാൻഡർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇയാൾ പറയുന്ന കാര്യം നമ്മൾ ഫുൾ വിശ്വസിക്കേണ്ടി വരും, അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ടി വരും. അതുകൊണ്ട് ബൈസ്റ്റാൻഡറോട് കാര്യങ്ങൾ ചോദിക്കുക. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് ലൈഫ്? കല്യാണം കഴിച്ചിട്ട് 25 വർഷമായി, എങ്ങനെയായിരുന്നു ഇയാൾ വരുമ്പോൾ? എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? എങ്ങനെയാണ് ഇത് ഈ അവസ്ഥയിലേക്ക് എത്തിയത്? കൂടി വന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കടം വന്നപ്പോൾ വന്നതാണോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണ് മെയിൻ റീസൺ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അസസ്മെൻറ്റ് നടത്തണം. ഇയാൾ നമ്മളോട് പറയണമെന്നില്ല, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതുകൂടാതെ ഒരാൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 1, 2, 3 തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാം. കള്ളും കഞ്ചാവും സിഗരറ്റും MDMA ഉപയോഗിക്കുന്ന ഒരുപാട് അധികം ആളുകളുണ്ട്. കമ്മിങ് ബാക്ക് ടു വീണ്ടും ആൽക്കഹോൾ. ഡീടോക്സിഫിക്കേഷൻ കഴിഞ്ഞു. ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇയാൾക്ക്, എല്ലാവർക്കും അറിയണം, കള്ളോട് നിർത്തിക്കാൻ അപസ്മാരം വരും, വിറയൽ വരും, അല്ലെങ്കിൽ പരിസരബോധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഡീടോക്സിഫിക്കേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻസ്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇത് വീട്ടിൽ വെച്ച് എന്താ ബുദ്ധിമുട്ടാണ്. ഹോസ്പിറ്റൽ സെറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ മരുന്ന് കൊടുത്ത് മാറാത്ത പ്രശ്നമുള്ളൂ. മുൻകൂട്ടി കണ്ട് മരുന്ന് കൊടുക്കാൻ പറ്റും നമുക്ക്. ഇതിനൊരു ടേപ്പേർഡ് ഡോസ് എന്ന് പറയും. അതായത് മരുന്ന് ആദ്യത്തെ ദിവസങ്ങൾ കുറച്ച് കൂടുതലുണ്ടാവും, ക്ഷീണം ഉണ്ടാവും. പിന്നെ കുറച്ച് ഡോസ് കുറച്ച് ഒരു 5-6 ദിവസങ്ങൾ കൊണ്ട് പയ്യെ കുറച്ച് കൊണ്ടുവരും. ഈ സമയത്ത് തന്നെ ഈ കുറച്ച് ന്യൂട്രിയൻസ്, ഈ മദ്യം ഉപയോഗിക്കുന്ന ആളുകളിൽ കുറച്ച് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷനൊക്കെ കുറവുണ്ടാവും. അത് നമ്മൾ കറക്റ്റ് ചെയ്യും. തൈമിൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കും. ഇല്ലെങ്കിൽ ഇവർക്ക് മറവി വരാനുള്ള സാധ്യതയുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തും. ഈ സമയത്ത് തന്നെ ലിവറിൻ്റെ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്യാസ്ട്രോ റിഫ്ലക്സ് ഡിസീസോ, അല്ലെങ്കിൽ ഹാർട്ടിന് ഇഷ്യൂസോ, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് നമ്മൾ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളെ സഹകരിച്ചിട്ട് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തും. വേറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റ് നടത്തണം. പറയുന്ന പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷർ ട്രീറ്റ്മെൻറ്റ് നടത്തണം.
7 days കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കൊന്ന് ഓക്കെ ഇയാളോടൊന്ന് സംസാരിച്ച് തുടങ്ങാം, എന്താണ് ഇയാളുടെ റീസൺ. അവിടെ തുടങ്ങും സൈക്കാട്രിസ്റ്റിൻ്റെ ജോലി. അതുവരെ ഇത് ആർക്കും ചെയ്യാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇയാൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ്. അതിന് മുന്നേ എന്താണ് ഇയാൾ ആദ്യമായിട്ട് ഉപയോഗിച്ചത്? നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്നതാണ് 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പരീക്ഷ പാസ്സാകുമ്പോൾ. ഇപ്പോൾ അതിന് മുന്നേ കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അവസ്ഥ അറിയാവുന്നതാണ്. 8ലെ പിള്ളേരും 6ലെ പിള്ളേരും 7ലെ പിള്ളേരൊക്കെ ഉപയോഗിച്ച് നമ്മൾ വായിക്കാറുണ്ട്. പണ്ട് ഇങ്ങനെയായിരുന്നു. അവർ പറയുന്നത് പരീക്ഷ പാസ്സായപ്പോൾ പിന്നെ എന്താവും, അലക്കത്തെ വീട്ടിലെ കല്യാണങ്ങളോ അല്ലെങ്കിൽ ഓണത്തിനോ ക്രിസ്മസിനോ ആവും. പിന്നെ പയ്യെ 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 എല്ലാ ആഴ്ചയോ ജോലി കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഡെയിലി അവസ്ഥയിലേക്ക് എത്തും. ഇത് ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസം കാലത്ത്, ഞാൻ ഇത്ര സ്പീഡിൽ പറയുന്ന പോലെ ഒറ്റ ദിവസം കാലത്തല്ല, ഓവർ ദ ഇയേഴ്സ് ചില ആൾക്കാർ വേഗം വരാം. ഓക്കെ, ഇത് ഒരു പാറ്റേൺ. ചുരുക്കം ചില ആളുകളിൽ എന്താ പറയുക, ഇത് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കാമാവും, നീ ടെൻഷനൊക്കെ കുറയും, പ്രശ്നങ്ങളൊക്കെ തീരും, ഉറങ്ങാൻ പറ്റും. ഉറക്കം വേണ്ടി പ്രശ്നമുണ്ടോ, ഉറങ്ങാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഈ സാധനം. ഓക്കെ, ഇപ്പോൾ ഈ സാധനം കൊണ്ടുവെക്കാൻ വലിയ പ്രശ്നമാണല്ലോ. ആ ആൽക്കഹോളിന് സ്മെല്ലുണ്ട്, പിന്നെ വീട്ടിൽ ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആൾക്കാർ കഞ്ചാവിലേക്ക് മാറിയിട്ടുണ്ട് പിള്ളേർ. ഓക്കെ, ഇത് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നൈസാണ്, ട്രിപ്പ് പോകാം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ പറയാറുള്ളത് ചില ആൾക്കാർക്ക് പ്രശ്നമില്ല. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഞാൻ അതായത് നമ്മൾ ചില സിനിമകളിലൊക്കെ ഇരിക്കാൻ കാണാറില്ലേ, ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വണ്ടി ഇടിച്ചിട്ടൊക്കെ ഒരു യാതൊരു വികാരവും ഇല്ലാതെ മോട്ടിവേഷണൽ സിൻഡ്രോം എന്ന് പറയും. എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട് അവരോടെയൊക്കെ ആയിട്ട്. ഓക്കെ, ലേറ്റ് ചെയ്ത് നടക്കും, ഞാൻ എൻ്റെ വഴിക്ക് നടക്കും. ആ ഒരു അവസ്ഥയിൽ കഞ്ചാവ് ഉപയോഗിക്കാൻ പോകാറുണ്ട്. ഇത് ആർക്ക് വരും എന്നറിയണമെന്നുണ്ടെങ്കിൽ വലിച്ചു നോക്കണം. പക്ഷേ വലിച്ചതിന് പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സഹായത്തിന് ആരും ഉണ്ടാവില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ കാണുന്ന അവസ്ഥയാണ് സൈക്കോസിസ് പറയുന്ന അവസ്ഥ. ഇത് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളിൽ കാണാറുണ്ട്. അതായത് സംശയം, എന്തിനോട് ഇതിനോട് സംശയം, ഭാര്യനെ സംശയം, അച്ഛനെ സംശയം, കൂട്ടുകാരെ സംശയം. ഓക്കെ, ഇത് കാണാറുണ്ട്. വേറൊരു സാധനമാണ്, കൂടിയ സാധനമാണ് ഇപ്പോൾ MDMA, വെള്ളപ്പൊടി, എല്ലാവർക്കും അറിയുന്നുണ്ടോ? ഓക്കെ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നൈട്രസ് ബൂസ്റ്റ് കിട്ടുന്ന എല്ലാവരും പറയുന്നത്. ഉറങ്ങണ്ട, ഫുൾ ഓണാണ്. അതായത് ഇന്ന കാലത്ത് എറണാകുളത്താണെങ്കിൽ രാത്രി ബാംഗ്ലൂർ എത്തും, പിറ്റേന്ന് കാലത്ത് ഡൽഹി എത്തും, തിരിച്ച് വീണ്ടും കോയമ്പത്തൂർ വരും. ഇങ്ങനെ ഫുൾ ഓൺ കറങ്ങാം. ഓക്കെ, ചില ആൾക്കാരിൽ ഈ സാധനം എന്ത് പറ്റും, തലച്ചോറിനെ ബാധിക്കുകയും ഫുൾ ബ്ലോൺ സൈക്കോസിസിൽ പോകും. ബേസിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാത്ത രീതിയിൽ പറയും. ഇപ്പം നമ്മൾ വീട്ടിലൊരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. വീട്ടിലൊരു കറണ്ട് സർക്യൂട്ട് ഉണ്ടല്ലോ. ഓക്കെ, ഇതിന് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും നമ്മൾ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഓക്കെ, ഷോർട്ട് സർക്യൂട്ടായി എന്ത് പറ്റും, ആ വീട് മൊത്തം വയറിങ് മൊത്തം മാറ്റണം. ഇതാണ് ഈ സാധനങ്ങൾ ഉപയോഗിച്ചാൽ കിട്ടാവുന്ന ഒരു പണി. ഓക്കെ, തലച്ചോറിൽ ദൈവം തമ്പുരാൻ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്കോട് ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയ ഒരു സർക്യൂട്ട് ഉണ്ട്. അതിൽ നിന്ന് മാറ്റങ്ങൾ വരികയും അതിലുള്ള ഈ കെമിക്കൽസിൻ്റെ വ്യതിയാനങ്ങൾ സംഭവിക്കുകയും അത് കാരണം ഉണ്ടാകുന്നതാണ്. ഒരുപാട് തിയറീസ് ഉണ്ട് ഇതിന് പുറകിൽ. ഓക്കെ, മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റുന്ന വ്യതിയാനങ്ങളാണ്. ഇത് തിരിച്ച് എപ്പോൾ ശരിയാവും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഓക്കെ, ഇതിനൊരു പ്രശ്നമുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഉദാഹരണമാണ്. അതിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അയലക്കത്തെ വീട്ടിലേക്ക്, അയലക്കത്തെ സ്കൂളിലോ അല്ലെങ്കിൽ അയലക്കത്തെ ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. ഒരു വഴിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം പോകുന്ന ചായക്കട, അത് മതി, ബാങ്കിൽ ഡെയിലി പോകുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ചായക്കട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി ജംഗ്ഷനിൽ പോയി സിഗ്നലിൽ കിടന്ന്, അടുത്ത ജംഗ്ഷനിൽ പോയി സിഗ്നലിൽ കിടന്ന് പിന്നെ അങ്ങോട്ട് പോവാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ പറമ്പ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പോവാം. ആ പറമ്പ് നിങ്ങളുടെ പറമ്പല്ല കേട്ടോ. ഓക്കെ, അപ്പം ഡെയിലി പോയി 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 എന്താവും, അവിടെ ഒരു വഴി ഫോം ചെയ്യും. അതേപോലെയാണ് ഈ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഏതാ സുഖം നമുക്ക്, ഈ ചെറിയ വഴികൂടെ പോകുന്നതാണ്, നമുക്ക് വേഗം എത്താം. ഈ സാധനങ്ങൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന സന്തോഷം, ഇത് കിട്ടുമ്പോൾ സന്തോഷം ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഡോപ്പമിൻ്റെ അളവ് കൂടും, സെറോട്ടോണിൻ്റെ അളവ് കൂടും. ഓക്കെ, വാട്ടർ ഇറ്റ് മേ ബി. ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ആ ഒരു സുഖം എളുപ്പത്തിൽ എത്താം. അതായത് മറ്റേതാണെന്നുണ്ടെങ്കിൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യനെ കൊണ്ട് പുറത്ത് പോകണം, സിനിമക്ക് പോകണം, മക്കൾക്ക് ഐസ്ക്രീം മേടിക്കണം, ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കിട്ടണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തോ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഒരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ നമുക്ക്. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ഈ സാധനം വലിച്ചാൽ അല്ലെങ്കിൽ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ സന്തോഷം കിട്ടും. നിങ്ങളൊരു കാര്യം വിചാരിക്കുക, അതിപ്പോൾ നിങ്ങളുടെ ആരോഗ്യം പിടിച്ച് ഡോക്ടറെ കൊണ്ടുവന്നാക്കി. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ആ പറമ്പ് ഏതെങ്കിലും ഒരു അമേരിക്കക്കാരനോ ദുബായ്ക്കാരനോ വന്ന് വാങ്ങി ചുറ്റിനും അതിൽ കെട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായി, കറങ്ങിപ്പോണം. കുറച്ച് ദിവസത്തേക്ക്, അതായത് ഡീടോക്സിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഫേസാണ് മെയിൻ്റനൻസ് ഫേസ്. നിങ്ങൾ മെയിൻ്റനൻസ് ഫേസിൽ ഇങ്ങനെ പോവും.
കുറേ നാൾ ഇങ്ങനെ പോകും. ഓക്കെ, കുറേ കഴിയുമ്പോഴത്തേക്ക് അമേരിക്കക്കാരൻ തിരിച്ച് അമേരിക്കയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നോക്കും, എന്നാൽ ഒന്ന് പോയി നോക്കാം, ഇന്നൊരു ദിവസത്തേക്ക് ഒന്ന് പോയി നോക്കാം, ഇന്ന് ഓണമല്ലേ, ഇന്ന് ക്രിസ്മസ് അല്ലേ, ഇത് പെരുന്നാളല്ലേ, ഇന്നൊരെണ്ണം ഒറ്റ അടിക്കുള്ളൂ നമ്മൾ തുറന്നു ചെല്ലുമ്പോൾ എന്താ ആ വഴി അതേപോലെ കിടപ്പുണ്ടാവും അല്ലേ. രണ്ടാമത് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് ക്ലിയറായി, സെയിം തന്നെ ആണ് ബ്രെയിൻ്റെ അവസ്ഥ. ആ സർക്യൂട്ട് അവിടെ ഉണ്ടാവും. ഓക്കെ, വീണ്ടും ഉപയോഗിക്കും. അപ്പോൾ ആൾക്കാർ ചോദിക്കും, സാറിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് 6 മാസം 3 മാസം കൊണ്ടൊക്കെ എടുത്തിയതാണല്ലോ, പ്രത്യേകിച്ച് ഗുണമെന്ന് ഉണ്ടായാലും ഇയാൾ പിറ്റേന്ന് വീണ്ടും തുടങ്ങിയല്ലോ. ഓക്കെ, ഇതിന് സൈക്കാട്രിസ്റ്റിന് ഇവരെ മാജിക്കോ മന്ത്രമോ ഇല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മരുന്നുകൾ തരാൻ പറ്റും, പക്ഷേ വരുന്ന ആൾക്കൂടി താല്പര്യം വേണം. വരുന്ന ആളുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വരുമ്പോൾ മാറ്റം വേണം. അതുകൊണ്ടാണ് ഡോക്ടർമാർ വിളിക്കുമ്പോൾ എല്ലാവരോടും വരണമെന്ന് പറയുന്നത്. വീട്ടിലുള്ള എല്ലാവരും, അച്ഛൻ, അമ്മ, വാട്ടർ ഇറ്റ് മേ ബി, ഹൂർ ഇറ്റ് മേ ബി, കുട്ടികളാവട്ടെ, കൂട്ടുകാരാവട്ടെ, നാട്ടുകാരാവട്ടെ, ഇവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും സംസാരിക്കേണ്ടി വരും. ഇവൻ എന്ത് കാരണത്താണ് ഇത് ഉപയോഗിക്കുന്നത്? ചിലപ്പോൾ കൂട്ടുകാരനെ വെട്ടേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇവൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാനുള്ള മരുന്നുകളുണ്ട്. ഓക്കെ, കൗൺസിലിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, കൗൺസിലിങ്ങിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്. കുറച്ച് ഡീപ് ബ്രീതിങ് എക്സസൈസസ് ഉണ്ടാവാം, ഡ്രിങ്കിങ് വാട്ടർ ആവാം, ഡിസ്ട്രാക്ഷൻ ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ടേക്ക് ഡീപ് ബ്രീത്ത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. കൂടാതെ ഈ ക്രേവിങ് കുറയുന്നത്, അതായത് ത്വര, ഇത് വേണം എന്നുള്ളൊരു താല്പര്യം കുറയുന്ന മരുന്നുകൾ ഇഷ്ടം മാതിരി നമ്മുടെ കയ്യിലുണ്ട്. 3, 4, 5 തരം മരുന്നുകളുണ്ട്. ഇത് മാറ്റി കൊടുക്കാം. പക്ഷെ ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഇയാൾ മാറുന്ന നിർബന്ധമില്ല. ഇയാൾക്കും കൂടി ഒരു താല്പര്യം വേണം കേട്ടോ, അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ സാറ് മരുന്ന് കഴിച്ചാൽ അയാൾ കൊണ്ടുപോയി അടിച്ച്. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് വരും, സാറേ മരുന്ന് കഴിച്ചാൽ അന്ന് ഞാൻ കുടിച്ചില്ല, മരുന്ന് കഴിക്കാത്ത ദിവസം ഞാൻ പോയി കുടിച്ചു. ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് നല്ല വില കൂടിയ മരുന്നൊക്കെ തന്നെയാണ്, അത്ര വില കുറഞ്ഞ മരുന്നൊന്നുമല്ല. ഏകദേശം മദ്യത്തിൻ്റെ ആ വിലയാണ് വരുന്നുള്ളൂ. ഗവൺമെൻറ്റിൽ ഫ്രീ ആയി കിട്ടുന്നുണ്ട്, പ്രൈവറ്റിലെ കാര്യമാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനത്തെയാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇയാൾ പുറത്തിറങ്ങി വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അസസ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്, അതായത് ഇനി മെയിൻ്റനൻസ് ഫേസ് കഴിഞ്ഞാൽ റിലാപ്സിൽ പോവാം, അല്ലെങ്കിൽ ലാപ്സിൽ പോവാം. അത് തിരിച്ച് വീണ്ടും ആ അവസ്ഥയിലേക്ക് വരാം. അയാൾ തിരിച്ചും ഒരു ദിവസം ഒരു പെഗ് ഉപയോഗിക്കുന്നതിനെ ലാപ്സ് എന്നും, ഒരുപാട് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് റിലാപ്സ് എന്നും പറയും. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ വൈകിട്ട് 5 മണി ജോലി കഴിഞ്ഞ് പോവുകയാണ്, സ്ഥിരം പോകുന്ന വഴി ബാറിലും ബേക്കറിയാണ്, അല്ലെങ്കിൽ ആ കള്ള് ഷോപ്പിലും ബേക്കറിയാണ്. അവിടെ എത്തുമ്പോഴത്തേക്കും, ഉദാഹരണം ഒരു പൊറോട്ടയും ബീഫും കഴിക്കുന്ന സ്ഥിരം ആലുവയിലാണെന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് ഹോട്ടൽ, അവിടെ എത്തുമ്പോഴത്തേക്ക് അന്നൊരു പൊറോട്ടയും ബീഫും കഴിക്കാം ചിന്തിക്കുന്ന സാമാന്യമായ മനുഷ്യൻ ഈ സാധനം ഉപയോഗിക്കുന്ന ഇത്രയും ഡോപ്പമിൻ കിട്ടുന്ന ആൾ എന്ത് ചെയ്യും? എന്നാൽ ഒരെണ്ണം മേടിച്ചേക്കാം ചിന്ത വരും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഓക്കെ, പിന്നെ ആ ഒരു കൂട്ടുകാർ ഭാഷ ഇട്ട് വാങ്ങാം. അല്ലെങ്കിൽ ബസ് യാത്രക്കാരാണെങ്കിൽ ബസ്സിൽ ഡ്രൈവർ, ബസ് പണി കഴിയുമ്പോൾ വൈകിട്ടാവുമ്പോൾ, ഇല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും ഓക്കെ, സെയിം തന്നെ സിഗരറ്റിൻ്റെ കാര്യത്തിലും അന്ന് എന്നോരം വലിച്ചേക്കാം. അല്ലെങ്കിൽ കൂട്ടുകാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഇല്ലെങ്കിൽ എന്നെ കൂട്ടത്തില്ല. അതാണ് മെയിൻ. വലിച്ചില്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഞാൻ മാറി നിൽക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഞാൻ പോകാൻ വലിച്ചു കയറ്റേണ്ടി വരും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നിർത്താൻ പറ്റും. നിർത്താനുള്ള സഹായങ്ങളും അതിന് വേണ്ടുന്ന മരുന്നുകളും കൗൺസിലിങ്ങുകളും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭ്യമാണ്. ഗവൺമെൻറ്റിലാവട്ടെ പ്രൈവറ്റിലാവട്ടെ. ഗവൺമെൻറ്റിൽ ഫ്രീ ആണ്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരുപാട് കാര്യം നടത്തുന്നുണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്താനുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോവിഡിന് ശേഷം എനിക്ക് സങ്കടമുണ്ട്, ഏത് സ്ഥലം ഞാൻ പറയുന്നില്ല, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനൊന്ന് നോക്കും, അതെല്ലാം കുത്തിക്കയറ്റി സ്വന്തം കൂട്ടുകാരനെ കത്തി കൊണ്ട് കുത്തിയിട്ട് വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ അവസ്ഥയിലേക്ക് വരെ പോകുന്ന, അത് അവൻ്റെ ചുറ്റുപാടിൻ്റെ പ്രശ്നമായിരുന്നു. അവൻ്റെ കുടുംബത്തിൽ ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവൻ ജോലിക്ക് വേണ്ടി പോയിരുന്നത് പശുവിനെ മാറ്റിക്കെട്ടാനോ അങ്ങനെ എന്തോ പോത്തിനെ മാറ്റിക്കെട്ടാനോ വേണ്ടിയാണ് പോയിരുന്നത്. അവസാനം അത് ഈ അറക്കാൻ വരുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടി. അവസാനം അവർ ഈ സാധനം ഉപയോഗിക്കുന്നത് ഇവനിത് കൊടുത്തു. ഇവൻ്റെ കൂട്ടുകാരൻ്റെ ഗേൾഫ്രണ്ടിനെ ആരും എന്തോ കളിയാക്കിയെന്നോ ചീത്ത പറഞ്ഞെന്നോ പറഞ്ഞുകൊണ്ട് ഇവൻ നേരെ ചെയ്ത് കുത്തി. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ആൺകുട്ടികൾ മാത്രമാണ് വിചാരിക്കരുത്, പെൺകുട്ടികളും ഇത് ഉപയോഗിക്കുന്നുണ്ട്, സുലഭമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ സാധനം അവൈലബിൾ ആണ്. ഓക്കെ, പല കാരണങ്ങളുണ്ടാവാം. ഓക്കെ, നമുക്ക് കൊടുക്കാവുന്ന മക്കളോടും നിങ്ങളോടും എനിക്ക് പറയാവുന്നുള്ളത്, ഇതുവരെ ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ കുറയ്ക്കുക, നിർത്താൻ ശ്രമിക്കുക. നിർത്താൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വൈദ്യസഹായം നേടുക. ഒരു 6 മുതൽ 9 മാസം കൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്കും താല്പര്യമുണ്ട്, കുടുംബങ്ങൾക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് മെനസ്. ഇത് കാരണം നശിച്ച ഒരുപാടധികം
കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഏരിയ എടപ്പള്ളി ആയതുകൊണ്ടും ആലുവ ആയതുകൊണ്ടും അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കച്ചവടങ്ങൾ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നശിച്ച താറാളക്കല്ലെടുത്ത് അതെല്ലാം നശിച്ചു, ഇതെല്ലാം ഉപയോഗിച്ചു, വീണ്ടും ട്രീറ്റ്മെൻറ്റ് വരും. പക്ഷെ ഇവന് ഇത് കിട്ടിയേ പറ്റൂ. ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ADHD എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കുട്ടികളിലാണ് ഇതെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഈ കുട്ടി വലുതാവുന്ന ഒരു സംഭവം മറക്കരുത് വിടാരും. ഓക്കെ, ഈ കുട്ടി ചെറുപ്പത്തിലിരിക്കുമ്പോൾ അവന് പിരിവിരിപ്പം അശ്രദ്ധക്കുറവാണ്. പക്ഷെ ഇവന് വലുതാവുമ്പോൾ അവരെന്ത് പറ്റി, അവന് പിരിവിരിപ്പൊക്കെ ഇച്ചിരി കുറയും. പക്ഷെ അവന് ഇതെല്ലാം എന്താണെന്ന് അറിയണം. ഒന്ന് ഉപയോഗിച്ച് നോക്കും. MDMA എന്താണെന്ന് ഉപയോഗിക്കും, വാട്ടോറിറ്റ് മേ ബി കഞ്ചാവ് എല്ലാം ഒന്ന് ഉപയോഗിച്ച് നോക്കും. ഓക്കെ, ഇവരിൽ നമ്മൾ കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ വീണ്ടും പറഞ്ഞത് നമ്മുടെ മോഹൻലാൽ പറയുന്ന പോലെ ഇറ്റ്സ് എ ഡർട്ടി ബിസിനസ്. ഓക്കെ, താങ്ക് യു.